നമസ്കാരം, ഞാൻ ഡോക്ടർ തസ്ലീന. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് ചിയാ സീഡ് ആരൊക്കെ കഴിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ആരുടെയൊക്കെ ആരോഗ്യത്തിന് ചിയാ സീഡ് ഭക്ഷണക്കാരനാണ് എന്നതിനെ കുറിച്ചാണ്. സൂപ്പർ ഫുഡുകളുടെ ലോകത്തിലെ ഒരു താരം തന്നെയാണ് ചിയാ സീഡ്. നാരുകൾ, ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ, പ്രോട്ടീൻ, ആൻറ്റി ഓക്സിഡൻറ്റുകൾ എന്നിവയാൽ സമ്പുഷ്ടമായ ഇവ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് എന്നതിൽ തർക്കമില്ല. എന്നാൽ ചില പ്രത്യേക ശാരീരിക അവസ്ഥയുള്ളവർക്ക് ചിയാ സീഡ് ഗുണത്തേക്കാളേറെ ദോഷമാകാൻ സാധ്യതയുണ്ട്. ചിയാ സീഡുകളിൽ ഉയർന്ന അളവിൽ നാരുകൾ അടങ്ങിയിട്ടുണ്ട്. ഇത് സാധാരണഗതിയിൽ ദഹനത്തിന് നല്ലതാണെങ്കിലും IBS, വിട്ടുമാറാത്ത മലബന്ധം, വയർവീർക്കൽ തുടങ്ങിയ പ്രശ്നമുള്ളവർക്ക് ഇത് വിപരീത ഫലമുണ്ടാക്കാം. ആസിഡുകൾ വെള്ളം വലിച്ചെടുത്ത് വയറ്റിൽ വെച്ച് വീർക്കുന്നു. ഇത് ഗ്യാസ് സംബന്ധമായ അസ്വസ്ഥതകൾക്കും വയറുവേദനയ്ക്കും കാരണമായേക്കാം. ഹൃദ്രോഗത്തിനോ മറ്റോ ആയി രക്തം നേർപ്പിക്കുന്നതിന് മരുന്ന് കഴിക്കുന്നവർ ചിയാ സീഡുകളുടെ കാര്യത്തിൽ അതീവ ജാഗ്രത പാലിക്കണം. ചിയാ സീഡുകളിൽ ധാരാളമായി അടങ്ങിയിരിക്കുന്ന ഒമേഗ 3 ഫാറ്റി ആസിഡുകൾക്ക് രക്തം നേർപ്പിക്കാനുള്ള ഒരു സ്വാഭാവിക ശേഷിയുണ്ട്. മരുന്നിനൊപ്പം ഇവ കൂടി കഴിക്കുന്നത് രക്തസ്രാവത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. രക്തസമ്മർദ്ദം കുറഞ്ഞവർ ചിയാ സീഡുകൾ അമിതമായി കഴിക്കരുത്. ഇതിലെ ആൽഫ ലിനോലെനിക് ആസിഡും പൊട്ടാസ്യവും രക്തസമ്മർദ്ദം കുറയ്ക്കാൻ സഹായിക്കും. BP നേരത്തെ തന്നെ കുറവുള്ളവർക്ക് തലകറക്കം, ക്ഷീണം, ബോധക്ഷയം എന്നിവയുണ്ടാകാൻ ഇത് കാരണമായേക്കാം. വൃക്കകളുടെ പ്രവർത്തനം കുറഞ്ഞവരോ ഡയാലിസിസ് ചെയ്യുന്നവരോ ആയ രോഗികൾ ചിയാ സീഡുകൾ ഒഴിവാക്കണം. ചിയാ സീഡിൽ പൊട്ടാസ്യം, ഫോസ്ഫറസ് എന്നിവ ഉയർന്ന അളവിലുണ്ട്. തകരാറിലായ വൃക്കകൾക്ക് ഈ ധാതുക്കളെ രക്തത്തിൽ നിന്ന് നീക്കം ചെയ്യാൻ കഴിയില്ല. ഇത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം. ചിലർക്ക് ചില വിത്തുകളോട് അലർജി ഉണ്ടാകാം. പ്രത്യേകിച്ച് കടുക്, എള്ള്, ഫ്ലാക്സീഡ് എന്നിവ അലർജിയുള്ളവർ ചിയാ സീഡുകൾ കഴിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചർമ്മത്തിൽ ചുവന്ന തടിപ്പുകൾ, ചൊറിച്ചിൽ, കണ്ണുകളിൽ നിന്ന് വെള്ളം വരിക അല്ലെങ്കിൽ ശ്വാസതടസ്സം എന്നിവ അനുഭവപ്പെട്ടാൽ ഉടൻ ഉപയോഗം നിർത്തുകയും വൈദ്യസഹായം തേടുകയും ചെയ്യണം. ഒരിക്കലും ചിയാ സീഡുകൾ ഉണങ്ങിയ രൂപത്തിൽ കഴിക്കരുത്. ഇത് തൊണ്ടയിൽ കുടുങ്ങുകയും ശ്വാസതടസ്സം ഉണ്ടാക്കാൻ കാരണമാവുകയും ചെയ്യും. കുറഞ്ഞത് 15 മുതൽ 20 മിനിറ്റ് വരെ വെള്ളത്തിലോ പാലിലോ കുതിർത്ത ശേഷം മാത്രം ചിയാ സീഡ് ഉപയോഗിക്കുക. ഒരു ദിവസം 1 മുതൽ 2 ടേബിൾ സ്പൂണിൽ കൂടുതൽ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. ഉയർന്ന ഫൈബർ അടങ്ങിയിട്ടുള്ളതിനാൽ ചിയാ സീഡുകൾ കഴിക്കുന്ന ദിവസം നന്നായി വെള്ളം കുടിക്കുന്നത് മലബന്ധം ഒഴിവാക്കാൻ സഹായിക്കും.